പള്ളി മാർക്കറ്റിൻ്റെ സെൻട്രലായി തന്നെ നമ്മുടെ ജോജുവിൻ്റെ കട കഞ്ചിക്കടയുണ്ട്. അവിടേക്കൊന്ന് പോവാം, അവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയാം. ജോജു നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? പുതിയ പ്രസ്ഥാനം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് വളരെ വിജയകരമാണ്. ഓക്കെ. കഞ്ഞി കുടിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കഞ്ഞി കൊടുക്കുന്നതുകൊണ്ട് ഇത് ഒരാളെ ഇടതാളോട് പറഞ്ഞ് പല കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നും എല്ലാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞി 2:30 മണിയാകുമ്പോഴേക്കും തീരും. രാവിലെ എങ്ങനെ സമയമൊക്കെ എങ്ങനെ? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണത്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2:30 ആകുമ്പോഴേക്കും നമ്മുടെ കഞ്ഞിയെല്ലാം തീരും. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ? എന്തൊക്കെയാണ് നമ്മുടെ കഞ്ഞി? കടല, പയറ്, അച്ചാറ്, പപ്പടം, മീൻ വറുത്തത്, പള്ളത്തി, അങ്ങനെ പല പല മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ കഞ്ഞിക്കടയിലെക്കാട്ടും വെറൈറ്റിയാണ്. സാധാരണ കഞ്ഞിക്കടയിൽ ഓംലെറ്റ് ഒക്കെ മാത്രമേ എക്സ്ട്രാ ഉണ്ടാവുള്ളൂ. ഓംലെറ്റ് ഉണ്ട് ഇവിടെ. അല്ല, ഓംലെറ്റ് മാത്രമുണ്ട്. ഇത് കൂടാണ്ട് ഒരുപാട് സാധനങ്ങൾ. അത് നല്ല കാര്യം. പിന്നെ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ പുട്ട്, ഇറച്ചി. ഓക്കെ. അപ്പൊ പൂർണ്ണമായിട്ട് കഞ്ഞിക്കട എന്ന് പറയാൻ പറ്റൂല. ഇനിയിപ്പോ ഇത് അടുത്തോട് പറഞ്ഞത് വൈകുന്നേരം പലവരെ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇറച്ചി, കടലക്കറി. അല്ല ജോജു, ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ്? ഉച്ച വരെയാണ്? 11 മണി വെച്ച് 2:30 മണി. 2:30. ഇനിയിപ്പോ അത് ദീർഘിപ്പിക്കും അല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ കടല റോസ്റ്റ്, പുട്ട്, ബീഫ് കറി, ചുക്ക് കാപ്പി, പപ്പടം. അപ്പോൾ വൈകിട്ട് വരെ ഉണ്ടാവും. ഒരു 9 വരെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ജോജുവിൻ്റെ കഞ്ഞിക്കടയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.